ഈ ജയിൽ ചാട്ടം അവൻ്റെ ഒടുക്കത്തിനുള്ള ചാട്ടമായി പോയി. ഏത് സമയത്താണോ എന്തോ എനിക്ക് ജയിൽ ചാടാൻ തോന്നിയത് എന്ന് പറഞ്ഞ് ഇപ്പം സ്വയം ശവിക്കുകയായിരിക്കും ഗോവിന്ദസ്വാമി. വിയൂർ ജയിലിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കും ഗോവിന്ദസ്വാമി. അവിടെ പോലീസ് കട്ടക്കലിപ്പിലാണ്. കാരണം ജയിൽ ചാടിയ ഗോവിന്ദസ്വാമി പോലീസിന് ഒന്നാകെയാണ് നാണം കെടുത്തിയത്. ചാമിയെ പിടിച്ച നാട്ടുകാർക്ക് നന്ദി എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിട്ട് ആഘോഷം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാക്കി ഊരി ഏമാന്മാർ ചിറയ്ക്കാൻ പോകുന്നതായിരിക്കും നല്ലതെന്ന ആക്ഷേപത്തിൽ പൊള്ളി നിൽക്കുകയാണ് കേരള പോലീസ്. വിയൂരിൽ ഘടാഘടിയന്മാർ ചാമിയെടുത്ത് ഒരു റൗണ്ട് പൊതിച്ചു എന്നാണ് സൂചന. നടയടി കണക്കിന് കിട്ടിയിട്ടുണ്ട് ഒറ്റക്കയ്യന്. ഇയാളെ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക പോലീസ് സംഘത്തെ തയ്യാറാക്കിയിരിക്കുകയാണ്. വിയൂരിലേക്ക് പോകേണ്ട, തിരുവനന്തപുരത്തേക്ക് മാറ്റിയാൽ മതി എന്ന് ഗോവിന്ദസ്വാമിയുടെ കരച്ചിലും ബഹളവുമായിരുന്നു. ജയിലിൽ സെല്ലിൽ അള്ളിപ്പിടിച്ച് കിടപ്പായിരുന്നു എന്നൊക്കെയാണ് കേട്ടത്. വിയൂരിലേക്കില്ല, തിരുവനന്തപുരത്തേക്ക് മാത്രം മതി മാറ്റം എന്ന് അവൻ പറയുന്നത് പോലെ കൊണ്ടുപോകാൻ അവൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് ടൂർ പോകുകയാണല്ലോ എന്നായിരുന്നു മലയാളികൾ കമൻ്റ് ചെയ്ത് രോഷം പ്രകടിപ്പിച്ചത്. എന്തായാലും വിയൂരിൽ ഗോവിന്ദസ്വാമിയെ കാത്തിരിക്കുന്നത് അവൻ്റെ ദുസ്വപ്നങ്ങളിൽ പോലും കാണാത്ത ഒരു വിധിയായിരിക്കും എന്നാണ് പുതിയ റിപ്പോർട്ട്. കേരള പോലീസ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇത്തവണ. ഗോവിന്ദസ്വാമിയെ മര്യാദ പഠിപ്പിക്കാൻ വിയൂർ ജയിലിലെ പോലീസ് ഏമാന്മാർ മൂന്നാം മുറയുടെ കൺവെൻഷണൽ നോംസ് എല്ലാം തെറ്റിച്ച് ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയിലൂടെ ഭ്രാന്തനെ പോലെ സഞ്ചരിക്കും എന്നൊക്കെയാണ് കേൾക്കാൻ കഴിയുന്നത്. ഒന്നുകിൽ ഇതോടെ ഗോവിന്ദസ്വാമി മാനസാന്തരപ്പെട്ട് വല്ല നോവലോ കവിതയോ ഒക്കെ എഴുതി ദൈവ വഴിക്ക് പോകും, ഇല്ലെങ്കിൽ ഉടലോടെ സ്വർഗത്തിൽ പോകും എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. ഇവിടെ നല്ലൊരു ബിരിയാണി കിട്ടാനുണ്ടോ? മടുത്തു ഈ ജീവിതം. കേരളത്തെ നടുക്കിയ ഒറ്റക്കൈയ്യൻ ക്രിമിനൽ ജയിൽ ചാടാൻ കാരണമായത് പോലീസിനോട് പറഞ്ഞത് ഇതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.